ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹോട്ടൽ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്താൻ കുറച്ച് ലേറ്റായി. പക്ഷെ നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു. നമ്മൾക്ക് അവർ ടീ തന്നു. കോൾഡ് ടീ ആയിരുന്നു. ഐ തിങ്ക് ഹൈബിസ്കസ് ടീ ആണ് തോന്നുന്നു. നല്ലതായിരുന്നു. പിന്നെ വിക്കി ഇവിടെ ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ നമ്മളുടെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലോട്ട് ഇപ്പോൾ പോവാണ്. സോ ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ അമ്യൂണിറ്റീസ് ഈ ഹോട്ടൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് ഓപ്പണിംഗ് ഹവേഴ്സ് ഒക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നടന്ന് നമ്മളുടെ റൂമില്ല സ്ഥലത്തിലോട്ട് എത്തി. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ്. താങ്ക് യു. ചെറിയ റൂമായിരുന്നു നന്നായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഉബുദിൽ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഈ ഹോട്ടൽ എനിക്ക് അത്ര ഒരു സെറ്റായില്ല. ആ ഹോട്ടൽ കണ്ടിട്ട് ഈ ഹോട്ടൽ വന്ന് കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാനൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബേബി ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോട്ടലിലെത്തി ചോദിച്ചപ്പോൾ അതിനവർ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവിടെ അടുപ്പുണ്ട്, അതിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. റിഹാനെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന, സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഫ്രീയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സോ വിഹാന് ഞാൻ ഫുഡ് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവന് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ, ഇത് ആക്ച്വലി വിക്കേട്ടൻ്റെ അച്ഛൻ കൊടുത്ത ഐഡിയ ആയിരുന്നു. വേണമെങ്കിൽ ഹോട്ടലിൽ തന്നെ ചോദിച്ചാൽ നമുക്ക്, ഞങ്ങളുടെ അടുത്ത് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, വിഹാൻ്റെ ഫുഡും ഉണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞു വെച്ചാൽ റെസ്റ്റോറൻറ്റിൽ ചോദിച്ചു നോക്കും, മേ ബി അവർ അലൗ ചെയ്യുന്നുണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ കിട്ടിയ ചാൻസിൽ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവരങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈസിനാണ്, നമ്മൾ എത്ര കൊടുക്കാനും റെഡിയാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ വിഹാൻ്റെ ഫുഡ് ഉണ്ടാക്കി. പാവ കുട്ടി എത്ര ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്ന പോലെയാണ് കഴിച്ചതെന്നറിയോ. പാവം, എനിക്ക് തന്നെ സങ്കടമായി. ഫസ്റ്റ് കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല, ഭയങ്കര അഡമൻ്റായിരുന്നു. പിന്നെ എൻ്റെ കൈക്ക് വന്നിട്ട് പിന്നെ ഞാൻ ഒന്നൊന്നായിട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൻ അത് കഴിച്ചു. ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് അത്ര ഒന്നും കഴിച്ചിട്ടില്ല, ലൈറ്റായിട്ട് ഒന്ന് കഴിച്ചതാണ്. അപ്പോൾ ശരി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നു. കുറച്ച് ഇന്ത്യൻ ഉള്ളിൽ പോയാലേ സെറ്റാവുള്ളൂ. നമുക്ക് എവിടെ പോയാലും ഇന്ത്യൻ തന്നെയല്ലേ. അപ്പോൾ ശരി, അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഒരു നല്ലൊരു ചഷ്ക എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ. എന്നാൽ ഫുഡൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ പോയ എല്ലാം ബാലി റിസോർട്ടിലും ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ വിഹാനെ നോക്കാൻ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് വന്നു ഗൈസ്. എനിക്ക് ഭാവന ഓർക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല ഇഷ്ടമായി.
നമ്മളുടെ മെയിൻ ഐറ്റം വന്നു, ബട്ടർ നാൻ ആൻഡ് സം കടായി ചിക്കൻ. ഇവിടെ ഒരാൾ വെയിറ്റ് ഫുഡ് കഴിച്ചാൽ മതി എന്നല്ലേ. വിഹാൻ ഇവിടെ ഉറക്കാണ്, അവൻ്റെ ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറക്കാണ്. മതി. ഉരുളക്കിഴങ്ങ് ഉണ്ടോടാ? ഷുഗർ വേണ്ടെന്ന് എനിക്ക്. ബ്രൗൺ ഷുഗറിന് എന്താ കിക്ക്? കുഴപ്പമില്ല, നല്ലതാ. ഇവരൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. നോക്കാം, നമുക്ക് നല്ല ഷോപ്പ് നോക്കിയിട്ട്. വിക്കി ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു, റൂമിലോട്ട് എത്തി. എൻ്റെ റോബൊക്കെ മാറ്റി, നല്ല ഉറക്കം വരുന്നുണ്ട്. വിഹാൻ ഉറങ്ങി അവിടെ തന്നെ. അപ്പോൾ ഇപ്പോഴും കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 3 ആണ്. ഇന്ന് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ രണ്ടാളും ശരിക്കും ഉറങ്ങിയിട്ടില്ല. വിക്കേട്ടന് പല്ല് വേദന, അതല്ലാതെ വിഹാൻ വന്നിട്ട് രാത്രി ഫുൾ ലൈക്ക് അവന് വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. അവന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇന്ന് രാവിലത്തെ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് വൈകുന്നേരത്തെ പ്ലാൻ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അതല്ലാതെ ഇപ്പോൾ നല്ല ക്ലൗഡി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും, അവിടെയൊക്കെ നല്ല ക്ലൗഡിയാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ എന്തായാലും ഈ ഹോട്ടൽ വന്നിട്ട് നമുക്ക് പൂളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് വിചാരിച്ചു, വിഹാനെ നമുക്ക് പൂളിൽ ഇറക്കി നല്ലൊരു ഫുഡൊക്കെ കൊടുത്തിട്ട് നല്ലൊരു സ്ലീപ്പൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ പ്ലാനിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് സൺസെറ്റ് നോക്കാനാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഈ ട്രിപ്പ് വന്നിട്ട് ഫുൾ സ്റ്റേക്കേഷൻ പോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ അഡ്വെഞ്ചറൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ വിഹാൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് നമ്മൾ സ്റ്റേക്കേഷനായിട്ട് ജസ്റ്റ് ഒരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെയിൻലി വന്നത്. കുറേ ആയി ഞങ്ങളൊക്കെ പുറത്ത് പോയിട്ട്, ഞാനും വിക്കേട്ടനും പുറത്ത് പോയിട്ട് ഹണിമൂണിന് പോയത്. അതിൻ്റെ പിന്നെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ എന്ത് വിചാരിച്ചു, ശരി നമുക്കൊരു ഒരു ഗെറ്റവേ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ബാലി ട്രിപ്പിന് വന്നതാണ്. പക്ഷെ ഞാൻ അതാണ് മെയിൻ ഇൻസിസ്റ്റ് ചെയ്തത് വിക്കേറ്റിൻ്റെ അടുത്ത്. എനിക്ക് സ്റ്റേക്കേഷനാണ് മെയിൻലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നല്ലൊരു ഹോട്ടൽ ഇരുന്നാൽ മതി, അങ്ങനെയാണെങ്കിൽ പീസ്ഫുള്ളായിട്ട് ഇരിക്കാമല്ലോ. സോ അതാണ് മെയിൻ അജണ്ട. സോ അത് നന്നായിട്ട് ഫുൾഫിൽ ആവുന്നുണ്ട്. നല്ല നല്ല ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ സൈറ്റ് സീയിങ്ങും അഡ്വെഞ്ചറും ഒക്കെ നന്നായിട്ട് നോക്കാം. ഇപ്പോൾ ടൈം 8:30 അടുത്ത് ആവാറായി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. അല്ല വിഹാൻ ഇവിടുത്തെ എല്ലാ ഷാർട്ടും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന് ഫുഡ് കൊടുക്കണം. ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ അവന് അത്യാവശ്യം ഇപ്പോൾ കുറച്ചൊക്കെ കൊടുത്തിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് അവൻ്റെ വയറ്. പക്ഷേ എന്നാലും കുറച്ച് ക്രാങ്കിയാണ്. പിന്നെ അവിടെ പോയിട്ട് മറ്റേ ഇന്നലെ ചെയ്ത പോലെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇവൻ്റെ ഫുഡ് കുക്ക് ചെയ്ത് എടുക്കണം. ഇവൻ്റെ ഫുഡ് കുക്ക് ചെയ്ത് എടുക്കണം. ഞാൻ വ്യൂ കാണിച്ചു തരാം. അവിടെയാണ് നമ്മുടെ റൂമുള്ളത്. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുണ്ടാവില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ പിന്നെ വിഹാനെ പൂളിൽ ഇറക്കണം എന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പൂളിൽ ഇറക്കും. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്, ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിന് പ്ലേറ്റ്സ്. ഓ ഡെസേർട്ടൊക്കെ ഉണ്ട്. Hi there. Poached egg. Poached egg. Yeah. One should be fine. Can I have an omelette? I'll have only the cheese and the chili and some mushroom. Should be fine. These three. For the omelette, yeah. ഇപ്പോഴത്തെ എൻ്റെ പ്ലേറ്റ് ഇവിടെ രണ്ടാളിതാ വർക്ക് വന്നിട്ട് ഒരാൾ വിക്കി ഇനിയും എടുത്തിട്ടില്ല അല്ലേ? ആണ് ഞാൻ എൻ്റെ സെക്കൻഡ് പ്ലേറ്റ് ആണ്. അവൻ എടുത്തിട്ട് അവൻ്റെ അച്ഛനാണ് കൂട്ടാൻ പോകുന്നത്. കണ്ടോ കണ്ടോ അച്ഛക്ക എന്റെ കുഞ്ഞുമണി, അവന്റെ ഷോട്ട് മണി. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല, ഇതിൽ എന്താ എഴുതിയിട്ടുണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതാണ് ബീച്ച്. ഇവിടെ ഷോപ്സ് ഒക്കെ ഉണ്ട് നമ്മൾക്ക്. പക്ഷെ നോട്ട് ഓപ്പൺ. അവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് തോന്നുന്നു. ഈ ഹാൻഡ് കാല് നനയ്ക്കണം അല്ല. അവിടെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്. ഞാൻ ബീച്ചാണ് വിചാരിച്ചത്, പക്ഷെ ഇവിടെ ഫുൾ ഡേർട്ടി ആയിട്ടാണ് ഉള്ളത്. ഒരു വൈബ് വരുന്നില്ല ഈ ബീച്ചിലോട്ട് അല്ല വിക്കി? പക്ഷെ ആ ഒരു സ്റ്റാച്ചുനെ കാണാൻ നന്നായിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷെ സ്റ്റാച്ചു കൊള്ളാം. അതർവൈസ് എല്ലാം ഡേർട്ടി ആയിട്ട് തന്നെ ഉണ്ട്. നോക്കാം നമുക്ക്. 900 എല്ലാം ചെയ്തിട്ടാ? ആ എടുത്തോ, വേണമെങ്കിൽ എടുത്തോ. അത്ര ആയോ എല്ലാം ചേർത്തിട്ട്? 3 മതി. ആർക്ക് കൊടുക്കുന്നേ? Which? Oh no. ഗൈസ്, ആ ഷോപ്പിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്ന് നടന്നു പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടതെല്ലാം ഷോപ്സ് ആയിരുന്നു. എനിക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും പോലെ വിക്കിക്ക് ഒരു ടോപ്പ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് മേടിച്ചു. പിന്നെ എന്തായാലും എനിക്ക് ഞാൻ സ്വിം സൂട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം ബീച്ച് വെയർ ആയിട്ട് ഇരിക്കുന്ന പോലത്തെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് എടുത്തു. പിന്നെ ഞാൻ പോയി വലിയ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്ന് അല്ലേ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറേ നേരം ശേഷമാണ് ഇത് വന്നത്. നല്ല വിശപ്പുണ്ട്. ഇറ്റ്സ് അറൗണ്ട്
240 ആയി. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഐ തിങ്ക് ഓറിഗാനോ, എല്ലാം മിക്സ്ഡ് ഹെർബ്സ് ആണ് തോന്നുന്നു ഇതിലെല്ലാം ഉണ്ട്. ആൻഡ് ചില്ലി സോസ് ആൻഡ് ടൊമാറ്റോ സോസ്, മൂന്നും അതാണ്. പിസ്സ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് പിസ്സ. ഓ തിന്നായിട്ടുണ്ടല്ലോ, തിൻ ക്രസ്റ്റ് പിസ്സവാ, എന്ത് പറയുക ഇതിനെ നോക്കി? Thin crust. തിൻ ക്രസ്റ്റ്. അത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി അത് സാരല്ല, അത് അങ്ങനെ ഇടാം, അതൊക്കെ ഒരു ഇതല്ല. ഇത് കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് പൂളിലോട്ട് ഇറങ്ങുന്നത്. Hi guys, welcome back to my channel. ഇന്ന് ഞങ്ങൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വിഹാൻ്റെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അല്ലേ. ഇത് ഷൊട്ടാണ്, ഇത് ഷൊട്ട്. ഞങ്ങളിപ്പോൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ പോകുന്ന വിഹാൻസ് ഫേവറേറ്റ് വാട്ടർ അല്ലേ പോ. അപ്പം ഞാൻ അവിടുത്തെ വിശേഷം കാണിക്കാം. അച്ഛനും മോനും ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നത്.